നമസ്കാരം, സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. KSRTC വിമാന സർവീസിനേക്കാൾ മികച്ചതാകാൻ പോവുകയാണെന്ന് മന്ത്രി ഗണേഷ് കുമാർ. ഗുരുവായൂർ KSRTC ഡിപ്പോയിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുഴുവൻ ലോക്കൽ ബസ്സുകളും ഒരു വർഷത്തിനുള്ളിൽ AC-യും ബാറ്ററി വെഹിക്കിളുമായി മാറും. നിരക്ക് വർദ്ധിപ്പിക്കാതെ തന്നെ പൊതുജനങ്ങൾക്ക് ഈ സൌകര്യങ്ങൾ ലഭ്യമാക്കും. പാൻട്രി, ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഉണ്ടാകും. സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കാൻ പോവുകയാണ്. ഒറ്റ ക്ലിക്കിൽ അന്നത്തെ വരവ് ചെലവ് കണക്കുകൾ അറിയാൻ കഴിയും. ബസ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും ബസ്സുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദിശ അറിയാനും ഉള്ള സംവിധാനവും നിലവിൽ വരും. ഏത് വെല്ലുവിളികളെയും നേരിടാൻ KSRTC കരുത്താർജിച്ചു. ജീവനക്കാർ ഇന്ത്യൻ ആർമി പോലെയായി മാറി. ഇന്ത്യയിൽ ആദ്യമായാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുന്നത്. നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരം വളർത്തുക, മിതമായ നിരക്കിൽ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുക എന്നതാണ് ഇതിനു പിന്നിലുള്ള ലക്ഷ്യം. കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരം 2,48,00,000 രൂപയാണ് ഇതിന്റെ ലാഭം. തൃശൂരിനുള്ള ഡബിൾ ഡെക്കർ മാർച്ച് ആദ്യവാരമെത്തും. KSRTCയെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റിയത് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചല്ലെന്നും കാര്യക്ഷമത വർദ്ധിപ്പിച്ചും ജീവനക്കാരുടെ സഹകരണം കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു. ടിക്കറ്റ് വന്നു, ചെലവാക്ക് വന്നു, നിങ്ങളുടെ ഫോണിൽ കാണാം, ബസ് എപ്പോൾ വരുമെന്നറിയാം. ടിക്കറ്റ് നിങ്ങൾ ഫോണിൽ തന്നെ എടുക്കാം. സീറ്റ് ഒഴിവുണ്ടോ നോക്കാം. ഈ വണ്ടിയിൽ സീറ്റ് ഇല്ലെങ്കിൽ അടുത്ത വണ്ടി വരുന്നത് എപ്പോഴാണ്, അതിൽ ഒഴിവുണ്ടോ നോക്കാം, അതിൽ കയറാം. നിങ്ങൾ നിൽക്കുന്ന സ്റ്റാൻഡിലേക്ക് ബസ് എത്ര സെക്കൻഡ് കൊണ്ട് വരും എന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം ബസ് സ്റ്റാൻഡുകളിലും വന്നു തുടങ്ങി. ഇപ്പൊ മൊബൈലിലും വരും, അവനവന്റെ മൊബൈലിലും വരുന്നുണ്ട്. ആരോടും എൻക്വയറി ചെയ്യണ്ട, ഈ വണ്ടി എപ്പോ വരുമെന്ന് ചോദിക്കണ്ട. ഇതിൽ അടിച്ചു നോക്കിയാൽ ആ വണ്ടി എവിടെ എത്തി, റെയിൽവേ കാണിക്കുന്ന പോലെ ട്രെയിൻ ഇന്നടത്ത് എത്തി, ഇപ്പൊ എത്ര സെക്കൻഡിനാ വരും എന്ന നിലയിൽ KSRTC ബസ് കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ട്. KSRTCയുടെ കൺട്രോൾ റൂമിൽ ഓരോ ബസ്സും, ഈ ഓടുന്ന ഓരോ ബസ്സും ഈ നിമിഷം ഈ 9 സെക്കൻഡിനുള്ളിൽ എത്ര കളക്ഷനാണ്, പ്രസന്റ് കളക്ഷൻ എന്നുള്ളത് കാണിക്കും. ഓരോ 9 സെക്കൻഡിലും ഇതിന്റെ സ്പീഡ് കാണിക്കും. ഇത് എത്ര സ്പീഡിലാണ് ഈ വണ്ടി പോകുന്നത്. ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു സംവിധാനം KSRTCക്ക് ഉണ്ടായി. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ PS പ്രമോദ് ശങ്കർ, തിരുവനന്തപുരം STC പ്രിൻസിപ്പൽ RS സലിംകുമാർ, ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസർ KP രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ RMLP സ്കൂൾ 86ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനവും യാത്രയയപ്പ് സമ്മേളനവും തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VV വിജിനൽ അധ്യക്ഷനായി. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ലീല രാമകൃഷ്ണൻ, ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ CJ ജിജുവിനെയും അധ്യാപിക EL ലാലിയെയും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാംപറമ്പിൽ, വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, വാർഡ് മെമ്പർ ഷീന സാബു, വേലൂർ GRSRV HSS പ്രധാനാധ്യാപകൻ MV രത്നകുമാർ, ICDS സൂപ്പർവൈസർ PP സഹീറ എന്നിവർ പ്രതിഭകളായ പൂർവ്വ വിദ്യാർത്ഥികൾക്കും നിലവിൽ പഠനം നടത്തുന്ന മികച്ച വിദ്യാർത്ഥികൾക്കും പുരസ്കാരങ്ങൾ നൽകി. വൈസ് പ്രസിഡന്റ് ആൻസി സിജോ, മാതൃസംഘം പ്രസിഡന്റ് VV സവിത, സ്കൂൾ ലീഡർ MS ശ്രേയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും അരങ്ങേറി. പുനേർകുളം കുരഞ്ഞിയൂർ ഏരിമൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ബുധനാഴ്ച രാവിലെ അഭിഷേകം, ഗണപതി ഹോമം, നിറമാല, ഉഷപൂജ, തുടർന്ന് ക്ഷേത്രനടയിൽ പറവിപ്പ്, പട്ടും താലിയും ചാർത്തൽ എന്നിവയുണ്ടായി. വൈകിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നും കരിങ്കാളി, തെയ്യം, എഴുന്നള്ളിപ്പുകൾ എന്നിവ ക്ഷേത്രത്തിലെത്തി. തുടർന്ന് ദീപാരാധന, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും ഉണ്ടായി. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിക്ക് പള്ളിത്താലം എഴുന്നള്ളിപ്പ്, തുടർന്ന് താലം കൂട്ടിയെഴുന്നള്ളിപ്പും രാത്രി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നാട്ടുതാലങ്ങളും ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രം ഭാരവാഹികളായ സുദീപ് കുമാർ, MK അനീഷ്, ബാബു വൈലത്തൂർ, KK അനിൽകുമാർ, അനീഷ് KR എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും സ്ഥലമേറ്റെടുപ്പ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ആധുനിക സൌകര്യങ്ങളോടെയുള്ള ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കണമെന്ന് ദേവസ്വം എംപ്ലോയീസ് ഓർഗനൈസേഷൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. ദേവസ്വം മെഡിക്കൽ സെന്ററിലും മറ്റ് സ്ഥാപനങ്ങളിലും അടിയന്തരമായി CCTV ക്യാമറകൾ സ്ഥാപിക്കുക, ദേവസ്വം ജീവനക്കാരുടെ സർവീസ് പ്രായപരിധി 60 വയസ്സാക്കി ഏകീകരിക്കുക, ക്ഷേത്ര വികസനവുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പുകൾക്ക് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഓർഗനൈസേഷൻ പ്രസിഡന്റ് രമേശൻ കരുമത്തിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി EK നാരായണൻ ഉണ്ണി, CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ഗുരുവായൂർ ലോക്കൽ സെക്രട്ടറി KR സൂരജ്, പാലിയത്ത് ശങ്കുണ്ണിരാജ്, ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, AV പ്രശാന്ത്, ഏലംകുളം ഉണ്ണികൃഷ്ണൻ, KV വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു.
ചരമം. ചിറളയം കാക്കശ്ശേരി കൊച്ചുകുഞ്ഞൻ ഭാര്യ സോഫി ടീച്ചർ നിര്യാതയായി. 84 വയസ്സായിരുന്നു. മരത്തംകോട് MGM-LP സ്കൂൾ റിട്ടയേർഡ് ടീച്ചറാണ് പരേത. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തും. ഷെർലി, ഷൈല എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.